രമേ, ഈ പുസ്തകം എന്താ ഇങ്ങനെ ഹോറിബിൾ ആയിട്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവാത്ത എന്താന്ന് വെച്ചാല്, റാംബാബുനെ കൊല്ലാനായിരുന്നെങ്കിൽ നോർമലായിട്ട് കൊന്നാ പോരായിരുന്നോ? ഇടയ്ക്ക് സെന്റർ ഫ്രഷ് ഒക്കെ എന്തിനാ വെച്ചേ? എന്താന്ന് വെച്ചാൽ ഒരു ആത്മാവ് ആരെങ്കിലും കൊല്ലണമെന്ന് വിചാരിച്ചാ തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ആളുടെ എടുത്തിട്ടിട്ട് പോകുന്ന. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ആരെങ്കിലും കൊല്ലണമെന്ന് വിചാരിച്ചു എന്ന് വെച്ചോ, ഞാൻ ആ വോഡ്ക ബോട്ടിൽ അവിടെ വെക്കും, ബിക്കോസ് ഐ ലവ് വോഡ്ക. അതുപോലെ നീ ആരെങ്കിലും കൊല്ലണമെന്ന് വെച്ചോ, നിനക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ അതെന്ത് വേണമെങ്കിലും ആവാം. ലൈക്ക് യുവർ മൊബൈൽ, ബൈക്ക്, വാളറ്റ്, കീസ്. ഈ ആപ്പിൾ ആയാലും ഓക്കെ അല്ലേ? മേ ബി. ഈ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊള്ളാലോ. ഗൗതം, ഇതൊക്കെ സത്യമാണോ? ശരിക്കും നടന്നതുകൊണ്ടല്ലേ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഗൗതം, അമ്മോ, എന്തരടി അടിച്ചേ? ഞാൻ ഒരു തമാശ ചെയ്തല്ലേ, അതിന് ഇങ്ങനെയൊക്കെ അടിക്കാൻ പാടുണ്ടോ? ഐ എം സോറി, ഐ എം സീരിയസ്ലി സോറി. ഹലോ ഹലോ. പണമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളെ എന്നേക്കേ തീർത്തേനെ. പക്ഷെ അവളാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ്. അവളെയാ എനിക്ക് നഷ്ടപ്പെട്ടത്. നീ ഉണ്ടാവാൻ പാടില്ല. ആദ്യ, നീ എന്താ ഇവിടെ? അത് ഈ എനിക്ക് സമയത്ത് വീട്ടിൽ കഴിയാൻ പറ്റില്ല. ഈ ബുക്സ് ഒക്കെ വായിക്കോ? ഈ ബുക്ക് എന്താണ് ഇങ്ങനെ ഹോറിബിൾ ആയിട്ടിരിക്കുന്നത്? നോക്കിയെന്നുള്ളൂ. രാംബാബുനെ ഒരു ആത്മാവിനെ ഒരാളെ കൊല്ലണം കൊന്നാ പോരാ? തനിക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ താൻ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ആളുടെ അടുത്ത് കൊണ്ടുപോകും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ആരെങ്കിലും കൊല്ലാൻ ആഗ്രഹിച്ചാ ഞാൻ ഈ വോഡ്ക ബോട്ടിൽ അവിടെ കൊണ്ടുപോകും, ബിക്കോസ് ഐ ലവ് വോഡ്ക. യുവർ മൊബൈൽ, ബൈക്ക്, വാളറ്റ്. ഞാനെന്തോ തമാശക്ക് ചെയ്തതിന് എന്തൊരു അടി നീ അടിച്ചേ. ഞാൻ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ആളുടെ അടുത്ത് ഈ വോഡ്ക ബോട്ടിൽ കൊണ്ടുവയ്ക്കും. ഈ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആരെങ്കിലും കൊല്ലാൻ ആഗ്രഹിച്ചാ ആ വോഡ്ക ബോട്ടിൽ അവിടെ കൊണ്ടുവയ്ക്കും, ബിക്കോസ് ഐ ലവ് വോഡ്ക. ഗൗതം, ഇതൊക്കെ സത്യമാണോ?
ഈ ആപ്പിൾ വെച്ച് പറ്റുമോ? വേനടക്കം പൈസ എടുത്തിട്ട് എവിടേക്കും പോവാം. അപ്പൊ ഇവരെ നമ്മൾ എന്ത് ചെയ്യും? വേണ്ടടാ, ഈ ചെയ്യുന്ന തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. ശിവ, നീ ആംബുലൻസ് ഫോൺ ചെയ്യ്. വേണമെങ്കിൽ ഇതിൽ നമ്മൾ കുറച്ച് പൈസ എടുക്കടാ. ആ ഡ്രൈവർ രക്ഷപ്പെട്ട് നമ്മളെ പറ്റി പോലീസിനോട് പറഞ്ഞ ഡ്രൈവറെ കൊന്നു കളഞ്ഞിട്ട് പൈസ എടുത്തോണ്ട് പോയാ പിന്നെ പോലീസ് നമ്മുടെ വീട്ടിലേക്ക് കറക്റ്റായിട്ട് അങ്ങ് എത്തും. ചിന്ന, ഞാൻ പോവാ. ശരിയടാ, ലൈഫിൽ ഇതുപോലൊരു ചാൻസ് നമുക്ക് കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ പോലീസിനെ വിളിക്കും. പ്ലാൻ എന്താ? നേരെ ഒരു 25 കിലോമീറ്റർ പോയാൽ ഒരു പഴയ ബംഗ്ലാവ് കാണാം. അവിടെ എത്തിയിട്ട് ഇവർ രണ്ടുപേരും കത്തിച്ച് കളഞ്ഞിട്ട് ഇവിടെയുള്ള മുഴുവൻ പണവും നമുക്ക് 3 ആയിട്ട് ഷെയർ ചെയ്യാം. കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3 പേരിൽ ആരെങ്കിലും കുടുങ്ങിയാൽ അയാൾ ബാക്കിയുള്ളവരുടെ പേര് പറയാൻ പാടില്ല. പിന്നെ ഞാനത് പറയാൻ വിട്ടുപോയി. നീ പറഞ്ഞ കഥയും സൂപ്പർ ആയിരുന്നടാ. നീ അതിന്റെ ബാക്കിയും കൂടി കണ്ടിന്യൂ ചെയ്യ്. ഇപ്പോഴോ? നീ അത് പറടാ. ഓക്കെ, ആക്ച്വലി അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചെന്ന് വെച്ചാ, രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ. എവിടെ ഉണ്ടായിരുന്നു? ഇത്ര നേരമായിട്ട് തേടിയിട്ട് ഇപ്പോഴാണ് കിട്ടുന്നത്. ഈ സമയം കൊണ്ട് അവൻ കോമായി പോയിട്ടുണ്ടാവും. ഗൗതം, ഗൗതം, എന്ത് പറ്റിടാ? നീ പെട്രോൾ വാങ്ങിയിട്ട് വാ.
ലക്ഷ്മി നിന്റെ ഫോണൊന്ന് തന്നെ ലോക്ക് തുറന്നോ? ഒന്നും പറ്റില്ല ചേട്ടാ, താഴെ ക്യാനിലൊന്നും പെട്രോൾ വരാൻ പറ്റില്ല. ഹലോ. ഡാ അവന് വേണ്ട എന്താന്ന് വെച്ചാൽ കൊടുത്തിട്ട് പെട്ടെന്ന് വാ. അതൊക്കെ ഞാൻ ചെയ്തോളാം, നിൽക്കി. ചേട്ടാ ഒന്ന് മനസ്സിലാക്കിട്ടാ, വണ്ടി റോട്ടിൽ നിൽക്കും ചേട്ടാ. ക്യാനിലൊന്നും കൊടുക്കാൻ പറ്റില്ല ചേട്ടാ പ്ലീസ് പറയുന്ന ചേട്ടാ, ഇത് കേട്ടോ. പിടിക്ക്. പിടിച്ചോ. പിടിച്ചോ, ശരി. വെച്ചോ. അല്ല ലക്ഷ്മി, ആ ശിവനെ പൈസയുടെ കാര്യത്തിൽ വിശ്വസിക്കാവോ? അപ്പൊ അവനെ അങ്ങ് ഒഴിവാക്കിയാലോ? പണം കൊണ്ടപ്പോ തൊട്ട് ഭ്രാന്തനായി നീ. വായ അടിച്ചിട്ട് പറ്റുന്ന ചെയ്. ഇനി 1000 രൂപ കൊടുത്തിരുന്ന പെട്രോൾ പമ്പ് എഴുതി തന്നേനെന്ന് തോന്നുന്നു. എന്താ നിങ്ങൾ രണ്ടുപേരും സൈലൻ്റ്?